ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ വേണ്ട രണ്ട് പേര് വന്നേക്കണേ. നാളെയും മറ്റന്നാളും ദാ ഈ അങ്കാണ് ഇനി ഇവിടെ കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടാളും നേരത്തോടെ എണീറ്റു. അപ്പോൾ ഞാനാന്ന് വെച്ചാൽ വൈകിയതല്ല, എന്താ പറയുക, കിടക്കണോടത്തേക്ക് ഇവിടെ ചാക്കോച്ചൻ വന്നു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവരിതാ ഫുൾ ഓൺ വൈബിളായിട്ടോ. അപ്പം ഞാൻ നടയിൽ തിരി കൊളുത്തിയപ്പോൾ രണ്ടാളും കൂടി വന്ന് നിന്ന് ഊതാണ്. അവർക്കറിയില്ലല്ലോ അതിൻ്റെ ഗൗരവമൊന്നും കുട്ടികൾക്കറിയില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല, പാടില്ല എന്ന് ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു. പക്ഷേ അവരത് ഊതിയപ്പോൾ പിന്നെ ഞാനത് വിട്ട് കളഞ്ഞു. കാരണം വെറുതെ അനാവശ്യമായ ഒരു വഴക്ക് പറച്ചിൽ വേണ്ടില്ല. ഞാനങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും കുട്ടികളെ വഴക്ക് പറയാറില്ല കേട്ടോ. കാരണം അതിൽ കാര്യമില്ല, അവരറിഞ്ഞു തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതേ ഒരാൾ കെട്ടപ്പോൾ അടുത്ത ആൾ ലൈറ്റ് എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല. കാരണം മുറ്റത്തെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇനി രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയേക്കാം അവർ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ വാതിൽ തുറക്കാണ്ടാണ്, സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ തുറന്ന് പുറത്ത് കണ്ടിട്ടാണ് ഞാൻ അകത്ത് കയറുക. ഞാൻ ജനലിൽ കൂടെ നോക്കി അകത്തേക്ക് കയറുക ചെയ്തത്. അങ്ങനെ ദേ കിച്ചണിൽ അവരുടെ പണികളാണ്. അപ്പോൾ ലാസ്റ്റ് ദേ നമ്മുടെ അപ്പവും മുട്ട റോസ്റ്റും പിന്നെ ചിക്കൻ സ്റ്റൂവാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് സുഖമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയും അപ്പവും ഒക്കെ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാം. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ, നിങ്ങൾക്കറിയാലോ, സാധാരണ നമ്മൾ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇന്ന് ഇത്തിരി നേരത്തോടെ ആയി. കാരണം എന്താ വെച്ചാൽ ഡോണിനും ഡിവൈനും ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാക്കോച്ചനെ അക്കിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് മുഴുവൻ അങ്ങോട്ട് എന്താ പറയുക, അവനെ ഒറ്റയ്ക്ക് നോക്കാനുള്ള ഒരു ഇതില്ല. ഡിമ്പിളിനാണെന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അപ്പോൾ അക്കി എപ്പോഴും പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നാക്കിക്കോളൂ എന്ന് പറയും. ഇവിടെ തൊട്ടടുത്തുമാണല്ലോ, അവിടെ ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവനെ അവിടെ കൊണ്ടുവന്നാക്കാമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ ഇവിടെപ്പെടാന്ന് ഡിമ്പിളിൻ്റെ വകയാണ്. ഇന്ന് കിച്ചണിൽ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തോമുട്ടൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അമ്മമ്മേനെ കാണിക്കാൻ വന്നിക്കുക. അപ്പോൾ ഇന്നലെ തോമുട്ടനായിരുന്നല്ലോ പൂൾ ഡേ, ഇന്ന് ചാക്കോച്ചനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചാക്കോച്ചനല്ല, പാച്ചുട്ടന്, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഡാഡിയും മക്കളും കൂടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും എടുക്കലൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വലിയ തലവേദനയൊന്നും ഇല്ല എന്ന് പറയാറില്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ തോമുട്ടന് ഫുൾ ഡ്രസ്സ് കണ്ണടയിൽ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ മിററിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയതാണ്. അപ്പോൾ ഫുൾ അവന് കാണാമല്ലോ. അപ്പോൾ മിററുമ്പോൾ നിറച്ച് കൈപ്പാടുകളാട്ടോ. ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. നമ്മുടെ ചാക്കോച്ചൻ്റെ സ്ഥിരം പണി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓടി വന്ന് എൻ്റെ ബെഡ്റൂമിൽ വന്ന് മിററിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും, കൈ കൊണ്ട് തട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ പണ്ടുള്ളവർ പറയും കുട്ടികളെ കണ്ണാടി കാണിക്കരുത് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമുക്കതങ്ങനെ നോക്കാൻ പറ്റില്ല. കാരണം ഇവർ ഓടി വന്ന് കാണുക കണ്ണാടിയാണ്. മുമ്പ് നമ്മൾ കാണിക്കണം, മുകളിലെടുത്തിട്ട് മതിലുമുള്ള കണ്ണാടി കാണിക്കണം. ഇതിപ്പോൾ കാണിക്കേണ്ട, അവർ സ്വയമേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ അവരുടെ പ്രതിബിംബം അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ആരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും കുറേ പേർക്ക് അറിയില്ല കേട്ടോ, നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ടാണ് ഗേറ്റ് ഇടുക. കാരണം ഈ പിള്ളേഴ്സിൻ്റെ സംഭവം പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെ അതൊരു ശീലമായി. കാരണം അത്രയും ദൂരെയാണല്ലോ ഗേറ്റ്. അപ്പോൾ അത് നമ്മൾ തുറന്നിട്ടിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഫ്രണ്ടിലത്തെ ഡോറ് ധൈര്യമായിട്ട് തുറന്നിടാൻ പറ്റില്ല. പിന്നെ അകത്ത് ചെടികളൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാതിലൊക്കെ ഒന്ന് തുറന്നിടണം. അപ്പോൾ ഗേറ്റ് തുറന്നാൽ വാതിൽ തുറന്നിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം കിച്ചൺ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറൊക്കെ അറിയാം, വീടിൻ്റെ അങ്ങേയറ്റത്ത് അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും അകത്ത് കയറിയാലും നമ്മളറിയില്ല. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ളതാണ് നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്യുക എന്നുള്ളത്. രാവിലെയാണ് അത് തുറക്കുക. പിന്നെ ആരാണോ പുറത്ത് പോണത് അവർ ഒന്നെങ്കിൽ അകത്ത് പൂട്ടും അല്ലെങ്കിൽ പുറത്ത് പൂട്ടും. അപ്പോൾ ഒരുവിധം കൊറിയർ പിള്ളേർക്കും കാര്യങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ലോക്ക് ചെയ്യണത്. അങ്ങനെ പിള്ളേർസ് പോകണു കേട്ടോ. അവർ ഹലോ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഉഷാറായിട്ട് പോവുകയാണ്. അടുത്ത ഊഴം ചാക്കോച്ചനെ അവിടെ കൊണ്ടുവന്നാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ അപ്പാപ്പനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഭയങ്കര എന്താ പറയുക, ഡിവൈൻ എപ്പോഴും നിന്ന് സംസാരിക്കും കേട്ടോ അപ്പാപ്പനോട്. ഭയങ്കര അധ്വാനിയായി ഒരു അപ്പാപ്പനെ ഞാൻ എപ്പോഴും പറയും, കണ്ടുപഠിക്കേണ്ട ഒരു അപ്പാപ്പനാന്ന്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം അത്. അങ്ങനെ നമ്മുടെ ഡിവൈനും ഡോണും ചാക്കോച്ചനെയും കൊണ്ട് റെഡിയായി. ചാക്കോച്ചൻ ഞാൻ പറയും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ചെറിയ കുട്ടികളുടെ പോലെയാണ്, കുഞ്ഞ് ബേബി പോലെയാണ്. അല്ലാത്തപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ട്രൗസറും ബനിയനൊക്കെ ഇടുമ്പോൾ വലിയ ചെക്കനാവും.
അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇതിടുമ്പോൾ ഒരു കുട്ടി തന്നു. അപ്പോൾ അമ്മാമ്മയുടെ മോനാരാന്ന് ചോദിക്കുമ്പോൾ കാണിക്കരുത് കേട്ടോ ഞാനാന്ന്. അവനെന്താ പറയുക എൻ്റെ പിന്നാലെയാണ് എപ്പോഴും. ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്നും ഇവർ പറഞ്ഞു എവിടെയും ഇല്ലാത്ത കൊഞ്ചലാണ് അവന് മാത്രം അമ്മമ്മോട് എന്ന്. കാരണം അവൻ എന്താ പറയുക എല്ലാവരുടെയും ഓമനയായിട്ടാണല്ലോ ഇപ്പോൾ വരണത്. ഇപ്പോൾ ചേച്ചിയുടെ എവിടെയായാലും എവിടെ പോയാലും ഇവനാണിപ്പോൾ കുഞ്ഞു ഉണ്ണി. അപ്പോൾ അവനാണ് എല്ലാവരുടെയും എന്താ പറയുക ആരോമലായിട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾക്കായാലും അവനെ ചെറിയ കുട്ടിയല്ലേ, അവനോട് ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഓമനത്വം മറ്റു കുട്ടികളോട് അവരൊക്കെ വലുതായില്ലേ. അങ്ങനെ അവന് ഉച്ചവരെ നിർത്താനുള്ള പാലും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവനെ സംബന്ധിച്ച് നമ്മൾ പാല് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അവൻ എന്ത് കൊടുത്താലും അവൻ കഴിക്കുക. അതുകൊണ്ട് എവിടെയും കൊണ്ടുപോകാൻ സുഖമാണ് കേട്ടോ, അവനെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് നമ്മുടെ 2 വീലർമയാണ് ഡിവൈൻ്റെ കയ്യിൽ കൊടുത്ത് തൊട്ടടുത്തല്ല. അപ്പോൾ അവിടെ കൊടുത്തതിന് ശേഷം ഇവർ പോകാനായിട്ടായിരുന്നു. ഊബറാണ് ഇന്ന് ബുക്ക് ചെയ്തേക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദയയിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടാൻ ഭയങ്കര പാടാണ്. ഒന്നാമത് ഭയങ്കര തിരക്കാണ് ദയയിൽ. അപ്പോൾ നമുക്ക് പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ദയയിലേക്ക് പോകുമ്പോൾ ഊബറിൽ പോകുക എന്നുള്ളതാണ്. അതാകുമ്പോൾ പോകുക. അപ്പോൾ അവിടുത്തെ സാജിദ് സാറാണ് പറഞ്ഞത് അതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പണി അതാണ് കേട്ടോ. അപ്പോൾ ഡിവൈനും ഡോണും കൊച്ചിനെ അവിടെ കൊണ്ടുവന്നാക്കാൻ പോയി. അപ്പോൾ എന്താ പറയുക പതിവ് പടി നമ്മുടെ എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ ഇവർ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ആങ്ങളെയും പെങ്ങളും നിൽക്കണുണ്ട്. ഇപ്പോൾ എനിക്കൊരു പൂതി രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. കാരണം പണ്ടെപ്പോഴും എല്ലാ ദിവസവും എന്നുള്ള പോലെ ഞാൻ ഇവരുടെ 2 പേരുടെയും ഫോട്ടോസ് എടുക്കും കേട്ടോ. എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട്. ഇപ്പോൾ അവർക്കും അതെ ഒരു വിഷമം പോലെയാണ്, നിൽക്കുമ്പോൾ ഒരു ചമ്മൽ പോലെയൊക്കെയാണ്. അപ്പം ഞാൻ പറയും നിങ്ങളെന്താ ഇങ്ങനെയാണെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ നിർബന്ധിച്ചെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഡാഡി പിള്ളേർസിനെ കൊണ്ടുവന്നാക്കി തിരിച്ച് വന്നു. ഇനി ഇവർക്ക് പോകാനുള്ള ഊഴാണ്. അപ്പോൾ ഡാഡിക്ക് അറിയില്ല ഊബറിലാണ് പോണത്. അപ്പോൾ ഡാഡി പറയായിരുന്നു നിങ്ങൾ എന്തിനാണ് ഊബറിൽ പോണേ, ഞാൻ കൊണ്ടാക്കിയിട്ട് കൊണ്ടിരില്ലേന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഊബറിലെന്ന് പറയുമ്പോൾ 200 രൂപ താഴെ വരണുള്ളൂ നമുക്ക് ഇവിടുന്ന് ദയ വരെ പോകാനായിട്ട്. ഇത് വെറുതെ ഇവിടുന്ന് പെട്രോൾ അടിച്ച് അവിടം വരെ പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവർ വേറെ ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ വേറെ കാറ് വിളിച്ച് വരിക ഒക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതാവുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അങ്ങനെയാണ്. ഡിമ്പിളാണ് അത് തുടങ്ങി വെച്ചത് കേട്ടോ. മുനമ്പത്തുനിന്ന് വരുമ്പോൾ ഊബറിൽ വരില്ലേ. അപ്പോൾ വണ്ടി വന്നു. ഇനിയിപ്പോൾ അവരത് പോയാൽ മതി. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചപ്പോൾ ഞാൻ അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ ഡാഡിയും ഞാനും കൂടി പോകുമ്പോൾ ഊബറിലാണ് പോയത്. കാരണം നമ്മളവിടെ ഇറക്കിയിട്ട് അവരവരുടെ പണി നോക്കി പൊക്കോളും. നമുക്ക് 2 പേർക്കും ശരിക്കും ഇങ്ങോട്ട് കയറി പോവുകയും ചെയ്യുക. അതുപോലെ തന്നെ മടങ്ങുമ്പോഴും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദയയുടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പം നമ്മളെ അവിടെ ഇറക്കിയിട്ട് ഇത് പാർക്ക് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും നമുക്കും വയ്യാണ്ടാവും, പോയ ആൾക്കും വയ്യാണ്ടാവും. പിന്നെ നമ്മുടെ ടോക്കൺ നമ്പർ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കവിടെ എത്താനും പറ്റില്ല. അപ്പോൾ ഊബറാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഊബറിൽ പോയത് കേട്ടോ. അങ്ങനെ പോയി പിന്നാലെ എനിക്ക് കൊറിയർ വന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളും വിചാരിക്കും ഈ ആൻറ്റിക്ക് വേറെ പണിയില്ലേ കൊറിയറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരണതെന്ന്. ഞാനെപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കുക. ഞാൻ എൻ്റെ കുട്ടികളോടും പറയുക അതാണ്. നമ്മളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആയിരിക്കണം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും. അല്ലാണ്ട് 1 രൂപ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ കടം വാങ്ങി ചെയ്യാനുള്ളൊരു അവസരം ഒരിക്കലും നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയും. ഇന്ന് വരെ ദൈവം സഹായിച്ച് എനിക്കത് തമ്പുരാൻ നടത്തി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയും നിങ്ങളും അങ്ങനെ ആവാൻ ശ്രമിക്കണം. കാരണം നമ്മളെപ്പോഴും 1 രൂപയും 1 രൂപ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 10 ദിവസത്തെ 1 രൂപ കൊണ്ട് നമുക്ക് 10-ാം ദിവസം 10 രൂപയായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ 1 രൂപയാവും, ചിലപ്പോൾ 10 രൂപ മാറ്റാനുള്ള കഴിവുണ്ടാവും. ചിലവർക്ക് 100 രൂപ പറ്റും, ചിലവർക്ക് ഒരു ദിവസം 500 രൂപ മാറ്റാൻ പറ്റും. അതൊക്കെ നമ്മളുടെ കയ്യിലെ അളവനുസരിച്ച്. ഇപ്പോൾ 1 രൂപ മാറ്റാൻ പറ്റുന്നവന് വിചാരിക്കും അവൻ്റെ പോലെ 500 രൂപ എനിക്ക് മാറ്റാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ ആ 500 രൂപ മാറ്റുന്നവന് 1000ൻ്റെ ചിലവ് അപ്പുറത്തുണ്ടാവും. പക്ഷേ നമുക്ക് ഈ 1 രൂപ മാറ്റുമ്പോൾ 50 പൈസയുടെ ചിലവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും കാണരുത്. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. സ്റ്റോക്കല്ല, നിങ്ങൾക്കറിയാലോ നമ്മൾ കൊറിയറിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്, നമ്മളുടെ ഓൺലൈനിൽ വരുത്തിയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ മറ്റേ എല്ലാത്തിൻ്റെയും ഓരോ ഇതെടുത്തിട്ട് ഞാൻ ആക്കി വെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ പുറത്തായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ്. കാരണം വർക്ക് ഏരിയ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു ആ പാത്രങ്ങൾ കൊണ്ടൊക്കെ. അപ്പോൾ ഇത് മറ്റേ വെൻഡിങ് കോഫിയാണ് 3 in 1. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അങ്ങനെ സ്ഥിരം കുടിക്കുന്ന ഒരാളല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന കാപ്പിയും ചായയാണ് അധിക ഭാഗം ഞങ്ങൾ കഴിക്കുക.
പിന്നെ ഇതിപ്പോൾ ഡോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹബ്ബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് പിന്നെ കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഓരോ പാക്കറ്റ് വാങ്ങി ഇവിടെ ഫില്ല് ചെയ്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു ഗ്ലാസ് പെട്ടെന്ന് ഒന്ന് കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർസ് അവിടെ നമ്മളെ കാത്തിരിക്കണം. അവരുടെ സമയമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ഈ പരിസരത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളി കണ്ടു കംപ്ലീറ്റ് ഇങ്ങനെ കേടായ പോലെയായി നിറച്ച് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മറക്കാണ്ട് കുറച്ച് ഉള്ളി വാങ്ങിക്കണം, കാരണം ഈ ആഴ്ച ഞാൻ കണ്ടമാനം ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഞാൻ ഈ പരിസരത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും ഇതിപ്പോൾ കീയാണ് കേട്ടോ, 3 പേരും അവിടെ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അവിടെ ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഒതുക്കി വെച്ചിരിക്കണത്. അപ്പോൾ ഇവിടേക്ക് ആരും വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി ചാക്കോച്ചൻ്റെ കൈ അങ്ങോട്ട് എത്തുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് മിക്സിയുടെ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ബഹളം കണ്ടത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൈ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ ഒതുക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആകെ വലിച്ച് വരിയിട്ടേക്കാം, എന്നാൽ പിന്നെ അതൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ റസ്കിലാകെ ഒരു 10 കഷ്ണമുള്ളൂ, 10 കഷ്ണവും ഇല്ല. അപ്പോൾ ഞാനതാകെ ചെറിയൊരു ടിന്നിലേക്കാക്കി ബാക്കി പൊടിയും കാര്യങ്ങളും ഉള്ളത് ഇവിടെ പട്ടികൾക്ക് കൊടുക്കാനുള്ള കുപ്പിയിലേക്കാക്കി. ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് അപ്പോഴേക്കും ഡിവൈനും ഡിമ്പിളും വന്നു. പക്ഷേ ഇവർ വരുമ്പോഴേക്കും എൻ്റെ ആ കിച്ചൺ കബോർഡ് ഞാൻ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഡോണിൻ്റെ പല്ലിൻ്റെ സെക്ഷൻ അവിടേക്കും കൂടി പോയിട്ട് അവർ വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഞങ്ങളുടെ മെയിൻ സംഭവം ഇങ്ങനെയാണ്, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദിവസങ്ങളോളം അവിടെ പുറത്ത് വർക്ക് ഏരിയയിൽ ഇരിക്കേണ്ടായിരുന്നതാണ്. ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് വെച്ചിരുന്ന ബോട്ടിൽ. അപ്പോൾ പുതിയ ബോട്ടിൽ വന്നപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഇവർ വന്നതിന് ശേഷമാണ് പോയിട്ട് ചാക്കോച്ചനെ കൊണ്ടുവന്നത്. അപ്പോൾ ചാക്കോച്ചൻ നിൽക്കണം നോക്കിയേ. അപ്പോൾ അവൻ അവിടെ നിന്ന് പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇന്ന് കൊണ്ടാക്കിയപ്പോൾ പതിവില്ലാണ്ടൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ വലുതായി തുടങ്ങിയല്ലോ. അങ്ങനെ ഞങ്ങളിതേ ഉച്ചയിലത്തെ ഭക്ഷണം നേരത്തോടെ കഴിച്ചു. അപ്പോൾ സാമ്പാറും മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അക്കീരോടൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവർ കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ കേട്ടോ. അങ്ങനെ ഇന്ന് സാധാരണ കുട്ടികൾ വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നേരത്തോടെ ആക്കണമെന്ന്. കാരണം ഈ ഡിവൈൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ അപ്പം ഒന്നെങ്കിൽ ചാക്കോച്ചൻ അല്ലെങ്കിൽ തോമു ആരെങ്കിലും ഒരാൾ ബഹളം ഉണ്ടാക്കും. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാവരും പല സമയത്താണ് കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുട്ടികൾ വരണതിന് മുമ്പ്, കുട്ടികൾ എന്തായാലും 1:30 1:45 വരിക, അതിന് മുമ്പായിട്ട് ഉച്ചയിലത്തെ ലഞ്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ ആ പരിപാടിയാണ് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് സമാധാനം. അല്ലെങ്കിൽ കിച്ചണൊക്കെ ഒതുക്കി കഴിയുമ്പോൾ 3:30 മണിക്കാണ് ഞാൻ കിച്ചണിൽ നിന്ന് കയറുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എനിക്കൊരു 2:30 ഒക്കെ ആകുമ്പോഴേക്കും 2 മണിയാകുമ്പോഴേക്കും എൻ്റെ പരിപാടികൾ കഴിയും. കാരണം ഇവർ വരണതിന് മുമ്പ് പാലും കുപ്പി തിളപ്പിക്കുക, ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വന്നാൽ നേരെ ഇവരെയും കൊണ്ട് മുകളിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ തോമു ഓൾറെഡി വണ്ടിയിലിരുന്ന് കാറിലിരുന്ന് ഉറങ്ങിയിത്രേ. അപ്പോൾ നേരെ ഞാൻ ഡിവൈനോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, ചാക്കോച്ചനെയും കൊണ്ട് നേരെ മുകളിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കും. അപ്പോൾ ശരിക്കും 1:30 1:45 ആവണുള്ളൂ. അപ്പോൾ പോയി കിടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ വിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ യാത്രയുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസിങ് ഉണ്ട്, പിന്നെ 1-2 സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേഗം ഫുൾ ക്ലീൻ ചെയ്തു. 2:30 ആകുമ്പോഴേക്കും പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോകണം. പിന്നെ കുറേ കുട്ടി കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനെന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം കുറേ ദിവസങ്ങളായി അങ്ങനെ എന്താ പറയുക ഇട്ടെറിഞ്ഞ് പോവാണ്ട് ഹോസ്പിറ്റൽ കേസ് മാത്രമാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇനി അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. എനിക്കാച്ചാൽ ഒന്ന് തല പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ തമ്പുരാൻ സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നടക്കാനും പറ്റുന്നത്, അല്ലാണ്ട് എൻ്റെ കഴിവൊന്നും അല്ലല്ലോ അത്. അങ്ങനെ വന്നപ്പോൾ അവിടെ ഭാവൻസ് സ്കൂൾ വിട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ പറയായിരുന്നു അടുത്ത വർഷം തൊട്ട് നമ്മുടെ തോമു ഭാവൻസിലെ എന്താ പറയുക യൂണിഫോമൊക്കെ ഇട്ട് വരണത് നമുക്ക് കാണാമെന്ന്. കുട്ടികളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ സമയത്ത് ഭയങ്കര തിരക്കാട്ടോ. നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണോടത്ത് തൊട്ട് ഈ പൂച്ചിട്ട് സെൻറ്റർ വരെ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ പറയാറില്ലേ ആ സമയത്ത് നമ്മുടെ മുറ്റത്ത് നിന്നാൽ കാണാം അമ്മമാർ മക്കളെയും കൊണ്ട് 2 വീലർമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അങ്ങനെ ഇവിടെ ഒരു മോളും അമ്മയും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചൂട്ടൻ എങ്ങനെയാ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് ചേച്ചിമാരെയും ചേട്ടന്മാരെയും കണ്ട.
അപ്പോൾ അവൻ ഗ്ലാസ് തുറന്നിട്ടിട്ട് ചേച്ചിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരോടും നമ്മൾ പറയില്ലേ പറക്കണ കാക്കോട് സംസാരിക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതി അവൻ്റെ കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ടാറ്റ കൊടുക്കുക, ചേച്ചിയോട് വരണോന്ന് ചോദിക്കുക, ചേച്ചിയുടെ കൂടെ വരട്ടേന്ന് ചോദിക്കുക, അതൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് പറയും മൂപ്പര്. അപ്പോൾ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് ചേച്ചിക്ക്. അങ്ങനെ ചേച്ചി ഭാവൻസിന്ന് ദേ വീട്ടിലേക്ക് വിശന്ന് പോണ നേരമാണ് കേട്ടോ. മോളുടെ അമ്മയാന്ന് തോന്നുന്നുണ്ട് കൊണ്ടുപോണത്. അവിടുന്ന് ഞങ്ങൾ ഡിംപിളിൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, പിന്നെ ബാങ്കിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ടീ കടയിലേക്കാണ് പോയത്. അപ്പോൾ ടീ കടയിൽ പോയപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഡിംപിൾ ഇറങ്ങിയില്ല, ഡിംപിളും പാച്ചും കാറിൽ തന്നെ ഇരുന്നുള്ളൂ. എനിക്കെന്ന് വെച്ചാൽ ഈ തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത, ഡാഡിക്കും ഉണ്ട് ഡിംപിളിനും ഉണ്ട് കേട്ടോ, 3 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഒരു ചൂടുള്ളൊരു കോഫിയോ ടീയോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ, ചൂടുള്ള എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഇറങ്ങി. ഞാനും ഡാഡിയും ഓരോ ചായയും, ഞാൻ എന്തുട്ടാ കഴിച്ച സമോസ, വെജിറ്റബിൾ സമോസയും കഴിച്ചു. ഡാഡി ഒരു ചട്ടിപ്പത്തിരി കഴിച്ചു കേട്ടോ. പത്തിരി ഡാഡിക്ക് ഇഷ്ടമാണ്. അത് ഡിംപിൾ പാല് മാത്രം, ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അത് നമ്മളുടെ ഹിൽ ഗാർഡൻസിലത്തെ 4th ഗേറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ടീ കട. അപ്പോൾ നാൾ ഡിവൈനും അത് പോക്കറ്റ് ചിക്കൻ കൊണ്ടുവന്നതും അവിടെ നിന്നാണ്. നല്ലതാണ്, അവിടുത്തെ എല്ലാ സാധനങ്ങളും നല്ലതാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മണ്ണുത്തി വഴി വീക്കാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞത്. അവിടെ നോക്കിയപ്പോൾ ദേ നിറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ പാച്ചൂര് കാണാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഗ്ലാസ് ഇറക്കി കാണിച്ചു കൊടുത്തതാട്ടോ കുഞ്ഞി കോഴിക്കുട്ടികളെ. കാരണം ഇങ്ങനത്തെ കോഴിക്കുട്ടികളൊന്നും നമ്മുടെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കാരണം അങ്ങനെ ഒരു നടയിരുത്തണതോ അങ്ങനത്തെ ഒന്നും കാണാനുള്ളൊരവസരം അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ സീമാസിലേക്ക് വന്നു കേട്ടോ. സീമാസിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഡിംപിൾ കുറച്ച് നൈറ്റികൾ എനിക്ക് എടുത്തു കൊണ്ടുവന്നു പറഞ്ഞില്ലേ. അപ്പോൾ 1-2 എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വട്ടമുള്ള നൈറ്റികളാണ് എനിക്കിഷ്ടം, നല്ല കോട്ടൺ നൈറ്റികൾ. അപ്പോൾ ഞാൻ അന്നാളും പറഞ്ഞു കണ്ടമാനം എനിക്ക് എൻ സ്റ്റൈലിൻ്റെയും അതുകൊണ്ട് 2-3 പേര് എനിക്ക് സെൻഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് നൈറ്റുകൾ വരുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. കാരണം അഴുക്കാവില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അധികം ജോലികളൊന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പം എങ്ങനെ വന്നാലും കുട്ടികളെ എടുക്കുമ്പോഴും അപ്പം എന്തെങ്കിലും കഴുകുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ വെള്ളവും മേത്ത് വെള്ളവും ഒക്കെ ആവും. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുക ഡാർക്ക് കളറ് നൈറ്റികളാണ്. അതും നോർമൽ നൈറ്റികളാണ്. അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ സ്ഥിരം ഇടാറില്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടറിയാം. അതേസമയം നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വല്ലവരും വരികയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമൽ നൈറ്റിയിൽ നിന്ന് മാറി വേറെ നൈറ്റി എടുത്ത് ഇടും. അതെന്തോ നമ്മൾ പറയില്ലേ, വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമെന്ന് പറയില്ലേ, വരുന്നവർ എന്നെ എങ്ങനെ വേണമെങ്കിൽ കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കത് ശരിയല്ല. നമ്മൾ അവർക്കും ഒരു ബഹുമാനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഫ്രഷായിട്ട് അവർ വരുമ്പോൾ നിൽക്കുക. ഇതവിടെ നിൽക്കുമ്പോഴാണ് ഒരു പപ്പയും മോളുമാണ് കേട്ടോ. ഇവർ ഇവിടെ നിന്നാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നതാണ്. അങ്കിള് ചേട്ടൻ ഇവിടെ തൃശ്ശൂർ നമ്മുടെ കുട്ടികളുടെ സ്കൂളില്ലേ, പ്ലേ സ്കൂൾ അവിടെയുള്ളത് ചേലക്കോട്ടുകര. ഈ മോള് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്നോട് പറയായിരുന്നു ഡിംപിളിൻ്റെ കയ്യിൽ നിന്ന് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് ആൻറ്റിക്ക് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്കാച്ച കണ്ടമാനം പേര് മെസ്സേജ് അയക്കണം, കാരണം ആരെന്താണെന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മോള് പറഞ്ഞു എന്നെക്കാളും അമ്മയ്ക്കാണ് ഇഷ്ടം. കുറേ നേരം സംസാരിച്ചു കേട്ടോ. അങ്ങനെ ഈ ആഴ്ച തന്നെ ആ മോള് മടങ്ങുന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ എന്നിട്ട് ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഡിംപിളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ. അവിടെ ചെന്നപ്പോഴാണ് അവർ പറയണത് കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് റെഡി ആയിട്ടില്ല എന്ന്. ഗ്രിൽ ആൻഡ് ചില്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂർദ് പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ അവിടേക്ക്, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. അപ്പോൾ അത് കിട്ടിയില്ല. എന്നാൽ പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതാ സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഇതാ പാച്ചു വീണ്ടും കണ്ടു ഒരു ചേട്ടനെയും ആൻറ്റീനെയും. അപ്പം ഞാൻ പറഞ്ഞില്ലേ അവനെ എല്ലാവരെയും കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കില്ല പണിയെന്ന്. ദേ പാച്ചു എന്ന് വിളിക്കുക അവൻ. അപ്പോൾ ദേ പാച്ചു തലയ്ക്കിട്ട് ചേട്ടൻ്റെ കൂടെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എന്താ പറയുക, അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരോടും ഇങ്ങനെ കൂടെ പോകാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ചോയ്സിൻ്റെ അവിടെ വണ്ടി നിർത്തി. അവിടുന്ന് ഉള്ളിയും കപ്പ, നമ്മുടെ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി നമ്മുടെ ഇവിടെ പെട്ടി ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങി. സൂപ്പർ കൊള്ളിയായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്ക് ഇതാ ലൈറ്റൊക്കെ ഇട്ടു, അതായത് സമയം വൈകി. പക്ഷേ എൻ്റെ ഉണങ്ങാൻ വെച്ച കുപ്പികളൊക്കെ അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കാരണം ഡിവൈന് കുട്ടികളെ വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സമയം 6:30. ഞാൻ ആദ്യം ആ കുപ്പികളെടുത്ത് അകത്തേക്ക് വെച്ചു, മേശപ്പുറത്ത് വെച്ചു. കാരണം അത്
പൊട്ടണ കുപ്പി, 2 എണ്ണം പൊട്ടണ കുപ്പി. എനിക്ക് തോന്നുന്നു ആ കുപ്പികൾക്ക് ഡിമ്പിളിൻ്റെ പ്രായമുണ്ട്. ആ പച്ചയും നീലയും ചെറിയ കുപ്പികൾ, അതായത് നമ്മൾ അതിൻ്റെ മൂടി മാറ്റി മൂടി സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. പണ്ട് കേട്ടോ, പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഡിമ്പിളിൻ്റെ പ്രായം എന്ന് പറഞ്ഞില്ലേ ഞാൻ. അങ്ങനെ അപ്പോൾ ചില സംഭവങ്ങൾ നമ്മൾ കളയില്ല, നമുക്കത് ഒരു എന്താ പറയുക, ഒരു പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളത് അങ്ങനെ വെക്കും. അപ്പോൾ ഡാഡി ഇതേ അവിടെ വണ്ടി നിർത്തിയപ്പോൾ വാങ്ങിയത് ഉള്ളി. അത്ര വലുതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതല്ലേ ചെറുതെങ്കിൽ ചെറുതെന്ന് വിചാരിച്ചു. അങ്ങനെ കൊള്ളി കൊണ്ടുവന്ന വഴിക്ക് ഡാഡി എനിക്ക് നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പാൽക്കൊള്ളി രാത്രി ശരിക്കും കൊള്ളി വെക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇന്ന് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാൽക്കൊള്ളി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡാഡി ചുവന്ന കളറിൽ ഉപ്പേരി പോലെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയണേ, ഉപ്പേരി മറ്റേ ബീഫ് കറിയും കൂടി കൂടെ വെച്ചാൽ മതിയെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു. ഞാൻ ഈ കൊള്ളിയുടെ പിന്നാലെ നിന്നു. നല്ല കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല എന്താ പറയുക, വായിൽ വെച്ചാൽ അലി എന്നൊക്കെ പറയില്ലേ. ചാക്കോച്ചിന് ഞാൻ കൊടുത്തു വിട്ടു, അവന് ഇഷ്ടമായി കൊള്ളി. അങ്ങനെ അതും ഇറച്ചിക്കറിയും കൂടി വെച്ച് ഇന്ന് നേരത്തോടെ പരിപാടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 7:30 ആകുമ്പോഴേക്കും എൻ്റെ പണികൾ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കൊണ്ടുവന്ന സീമാസിലത്തെ പാക്കറ്റ് പൊളിച്ചു. അപ്പോൾ ഇവിടെ ഭയങ്കര നിർബന്ധം, എനിക്കായാലും ഡാഡിക്കല്ല, എന്നെക്കാളും ഡാഡിക്കാട്ടോ നിർബന്ധം. എവിടെ പോയിട്ട് വന്നാലും, ഇപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ എവിടെ പോയി വന്നാലും ആ ബില്ലും ഈ കൊണ്ടുവന്ന സാധനങ്ങളും കൂടി ടാലി ചെയ്ത് ഇങ്ങനെ ടിക്കറ്റ് ഒന്ന് നോക്കും. കാരണം എപ്പോഴും എന്താ പറയുക, അബദ്ധം ആർക്കും പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ ബില്ലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇവിടെ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു 3 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ 3 രൂപയല്ലേ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 അല്ലേന്ന്. ചില സമയത്ത് അത് 30 ആവും, ചില സമയത്ത് 300 ആവും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് സാധനം, ഒരെണ്ണമായാലും 50 സാധനമായാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ബില്ലും വന്ന സാധനങ്ങളായിട്ട് ഒന്ന് ടാലി ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. കാരണം നമ്മൾ എന്ത് 1 രൂപ കൊടുത്താലും ആ 1 രൂപയ്ക്കുള്ള മൂല്യം ഉണ്ടാവണമെങ്കിൽ നമ്മളത് നമ്മുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അക്കിക്കൊരു ഡ്രസ്സ് എടുത്ത, ഡിംപിൾ ഒരു നൈറ്റ് ഡ്രസ്സും കൂടി എടുത്തതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എനിക്ക് 2 നൈറ്റി എടുത്തിട്ടുണ്ട്, പിന്നെ ഡിംപിളിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡ്രസ്സല്ല, നൈറ്റ് ഡ്രസ്സ് തന്നെ, നൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അക്കിക്ക് കൂടി ഒരെണ്ണം എടുത്തു. ആ കുറേ ദിവസമായി ഞാൻ ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാനത് കണ്ടപ്പോൾ കൈയോടെ ഒരെണ്ണം എടുത്തു. അങ്ങനെ പിന്നെ പാച്ചുട്ടിനെ 2 ഷഡ്ഡി ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാട്ടോ. ഡിമ്പിളിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, കുട്ടി ട്രൗസർ പോലെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ അടിയിലൊക്കെ ഇടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ ഇട്ട് നടക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഡിമ്പിളിനൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലത്തെ ആയിരുന്നാൽ ഭയങ്കര ഇങ്ങനെയല്ല, ബാക്കിലൊക്കെ ഫ്രില്ലായിട്ടുള്ള. അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ ഒരു പൂതി. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചിന് വേണ്ടി ഒരു ടർക്കി വാങ്ങിയതാട്ടോ, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു കുഞ്ഞു ടർക്കി. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ സംഭവങ്ങളും കൂടി ഒന്ന് ടാലി ചെയ്ത് നോക്കിയതിന് ശേഷം അതൊക്കെ അതാത് റൂമുകളിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു കുട്ടികളോട്. അപ്പോൾ തോമൂനെയും കൊണ്ട് പുത്തമ്പള്ളി പെരുന്നാൾക്ക് ലൈറ്റ് കാണാൻ പോയി. അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഈ സമയം കൊണ്ട് വേഗം കഴിച്ചു. പാച്ചു 5 നേരത്തോടെ ഉറങ്ങി, ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അവനും കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞു 2 പേരോട് വേഗം ഭക്ഷണം കഴിച്ചതിന്. അവർ 2 പേരും കഴിച്ചിട്ട് ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈൻ മുകളിലേക്ക് പോയി. കാരണം അവനെ കിടത്തി ഉറക്കി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് ഡോണും ഇവനും കൂടി വന്നു, തോമും കൂടി വന്നു. അപ്പോൾ പകുതി ഉറക്കത്തിലായിരുന്ന പാച്ചു ചാടി എണീറ്റു. അവിടെ നിന്ന് ഡോണങ്ക കൊണ്ടുവന്ന വണ്ടിയും ഇവനുള്ള കളിപ്പാട്ടവും ഒക്കെ കൂടിയിട്ടുള്ള കളിയായി പിന്നത്തെ കാര്യം കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചന് കൊണ്ടുവന്നത് ഇങ്ങനൊരു സംഭവമാട്ടോ. നമ്മൾ പണ്ട് മറ്റേ വാഴപ്പിണ്ടി കൊണ്ട്, വാഴയുടെ തണ്ടുകൊണ്ട് ഇങ്ങനെ പണ്ടിങ്ങനെ കട്ടന്ന് അടിക്കണത് ഉണ്ടാക്കും. അപ്പോൾ അതുപോലത്തെ ഇപ്പം ഇങ്ങനെ കയ്യിൻ്റെ സംഭവം വരുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ തന്നെ ഇങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഇങ്ങനെ വലിച്ചാൽ ഓടുന്ന ലോറി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. തോമൂനും ഈ പറഞ്ഞ പോലെ വേറൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുത്തമ്പള്ളി പെരുന്നാൾ വീട്ടിൽ വന്നതാണ്. അപ്പോൾ കുറേ ഡിമ്പിളിനോടും ഡിവൈനോടും പറഞ്ഞു വരാനായിട്ട്. അപ്പോൾ ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് പാച്ച ഉറങ്ങിയിട്ടില്ല, പകുതി ഉറക്കത്തുമ്പോൾ നിൽക്കുമ്പോഴാണ് ഇവർ പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഡിമ്പിളിന് ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിമ്പിളില്ലെങ്കിൽ ഡിവൈനില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ അവർ പറഞ്ഞു ഇന്നില്ല. കാരണം നാളെയും മറ്റന്നാളെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാവും പുത്തമ്പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡോൺ പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, അവർ പോയി
കളി സാധനങ്ങളും കൊണ്ട് വന്നു. അപ്പോൾ ദേ തോമുവിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. തോമുവിന് ഇങ്ങനത്തെ വണ്ടികളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്തോ ഒരു ബോളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദേ തോമു ഗുഡ് നൈറ്റ് പറഞ്ഞ് കയറിപ്പോണു അപ്പയും കൂടിയിട്ട്. അപ്പോൾ ഡാഡിയും മക്കളും കൂടിയാണ് ഒന്നിച്ച് കഴിച്ചത്. അപ്പോൾ ഡോൺ ദേ വന്നതിന് ശേഷം കഴിച്ചു, പിന്നാലെ ഞാനും കഴിച്ചു. എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇവിടെ കംപ്ലീറ്റ് ക്ലീനായി. അപ്പോൾ എനിക്ക് ഓരോ ഭാഗം ക്ലീനാകുമ്പോൾ എനിക്കൊരു സമാധാനം കേട്ടോ മനസ്സിന്. കാരണം എനിക്കിങ്ങനെ എന്തോ എനിക്കറിയില്ല, ഇങ്ങനെ വലിച്ചു വരിയിട്ട് കിടന്നാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ അടുക്കളയിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ കിടക്കാനായിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോഴാണ് ഡാഡിയും മോളും കൂടിയിട്ട് ഭയങ്കര ഡിസ്കഷനാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ കൂടെ ഞാനും കൂടി. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നേരത്തോടെ എല്ലാവരും കിടന്നു. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും ക്ലാസ്സില്ല, അതിൻ്റെ നല്ല ബഹളം കാണാം കേട്ടോ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും. അങ്ങനെ ഇപ്പോൾ എൻ്റെ പരിപാടികളും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്തതിൻ്റെ അത് തോന്നുന്നുണ്ട്, എനിക്കെന്തൊരു ചെറിയ ചുമ കാണാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്കൊന്നൊരു കുത്തിച്ചുമയുണ്ട് എനിക്ക്. ഇതുവരെ എനിക്ക് തോന്നിയിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുത്തപ്പോൾ അത് ഇത്തിരി ലെങ്ത്തും ഉണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഒരു 25 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ചുമ വന്നത്. അത് അങ്ങോട്ട് തന്നെ മാറിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം എല്ലാ ദിവസവും പറയാറുണ്ട്. അപ്പോൾ ഇന്നും ഞാനത് പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.